അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ഖിയാസ് പറഞ്ഞു വെച്ചു, ഖിയാസിൻ്റെ 4 ഷെക്കിലുകളും പറഞ്ഞു വെച്ചു. ഇനി ആ ഷെക്കിൽ ഒരു ഷെക്കിൽ തന്നെ കുറേ ഐറ്റത്തിലുണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ ഒരു ഷെക്കിലാവണമെങ്കിൽ എന്തേ ഉള്ളൂ, ഇപ്പോൾ ഒന്നാമത്തെ ഷെക്കിൽ ഖിയാസ് ഒന്നാമത്തെ ഷെക്കിലിൻ്റെ രൂപത്തിലാവണമെങ്കിൽ എന്തേ ഉള്ളൂ, പിന്നെ ഹദ്ദൗസത്ത് പിന്നെ സുഗറയിൽ മഹ്മൂലും കുബ്രയിൽ മൗദൂഉം ആവാം. അതല്ലേ ഇപ്പോൾ ആ രീതിയിൽ വന്നതൊക്കെ എന്താവും, ഷെക്കിലവലാവും. അങ്ങനെ ഷെക്കിലവൽ നമുക്ക് പല ഐറ്റംസ് എഴുതാൻ പറ്റും. അതിന് ലർബുകൾ എന്ന് പറയാം. ഷെക്കിലവലിൽ 1 ലർബ്, ഷെക്കിലവലിന് 2 ലർബ്, ഷെക്കിലവലിന് 3 ലർബ്. അതിലൊക്കെ എന്തൊത്തിട്ടുണ്ടാവും, ഹദ്ദൗസത്ത് പിന്നെ സൂറയിൽ മഹ്മൂലും ഹദ്ദൗസത്ത് കുബ്രയിൽ മൗദൂഉം ആയിട്ടുണ്ടാവും. അതാണ് എന്തിനുള്ളൂ, പിന്നെ ഷെക്കിലവലാവാനുള്ളതുള്ളൂ. അപ്പോൾ കുറേ ലർബുകളുണ്ടാവും. ആ ലർബുകൾ എല്ലാത്തിനും നെത്തീജ ക്ലിയർ ആയിട്ട് വന്നോളന്നില്ല. നെത്തീജ എല്ലാത്തിനും ക്ലിയർ ആവണമെങ്കിൽ ഇതിൻ്റെ ഉലമാക്കൾ, ഇതിൻ്റെ പണ്ഡിതന്മാർ പരിശോധിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? ഷർത്ത് വെക്കണം. ഷെക്കിലുകൾക്ക് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്ത് വെക്കുന്നിടത്ത് മാത്രമേ നെത്തീജ ക്ലിയർ ആയിട്ട് വരുള്ളൂ. അതനുസരിച്ച് ഒന്നാമത്തെ ഷെക്കിലിൻ്റെ ഷർത്ത് ഈജാബ് സൂറ കുല്ലിയത്തുൽ കുബ്ര. ഇതാണ്. അപ്പോൾ ഒരു ഷെക്കിൽ നമ്മൾ ഹദ്ദൗസത്ത് പിന്നെ സൂറയിൽ മഹ്മൂലും പിന്നെ കുബ്രയിൽ മൗദൂഉമായിട്ട് വന്നാൽ ഷെക്കിൽ അവലായി. അങ്ങനെ എഴുതുന്ന പല ലർബുകളിൽ നിന്നും ഈ ഷർത്ത് പാലിച്ച ലർബുകൾക്ക് മാത്രം നത്തീജ ഉണ്ടാവും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള എഴുതിയൊരു ഉദാഹരണം, അൽ ആലമു മുത്തഗയ്യിറുൻ കുല്ലു മുത്തഗയ്യിറിൻ ഹാദിസുൻ ഫൽ ആലമു ഹാദിസുൻ. ഇവിടെ ഇപ്പം നമ്മൾ സൂറ അൽ ആലമു മുത്തഗയ്യിറുൻ, കുബ്ര കുല്ലു മുത്തഗയ്യിറിൻ ഹാദിസുൻ. ഷർത്ത് ഒത്തല്ലേ, ഈജാബ് സൂറ കുല്ലിയത്തുൽ കുബ്ര. സൂറ മൂജബാവണം. അല്ലോ അൽ ആലമു മുത്തഗയ്യിറുൻ എന്ന് പറഞ്ഞാണ്. അൽ ആലമു ലൈസ മുത്തഗയ്യിറിൻ എന്നല്ല എന്ന് പറഞ്ഞാൽ മൂജബാണെന്ന് അർത്ഥം. അപ്പോൾ ഈജാബ് സൂറ ഷർത്ത് ഒത്തു. ഇനി എന്താ വേണ്ടിയത്, കുബ്ര കുല്ലിയാവുക എന്നുള്ള. കുല്ലു മുത്തഗയ്യിറിൻ ഹാദിസുൻ കുല്ലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുബ്ര എന്താണ്, കുല്ലിയത്താണ്. കുബ്ര മൂജബന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ മൂജബാണെന്ന് മാത്രം, മൂജബന്നെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ എന്തായി, ഷർത്തൊത്തു. അപ്പോൾ ഈ ലർബ് ഈ രീതിയിൽ വന്ന മൂജബ കുല്ലിയ സുഹറ, മൂജബ കുല്ലിയ കുബ്ര, ആ വന്ന ലർബ്, ആ ലർബിന് ഷർത്തൊത്തിട്ടുണ്ട്. നത്തീജ ക്ലിയറാണ്. മൂജബ നത്തീജ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഷർത്ത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഷെക്കിലിൻ്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ലർബുകൾ പരിശോധിച്ചാൽ 4 ലർബുകളാണ് ഷർത്തൊത്ത നിലയ്ക്ക് നെത്തീജ ക്ലിയറായിട്ട് കിട്ടിയ 4 ലർബുകളാണ്. അത് ആ ലുറൂബുൽ മുൻതിജത്തു അർബഅത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഖിയാസ് എന്താണ്, ആ ഖിയാസിൻ്റെ ഒന്നാമത്തെ ഷെക്കിൽ എങ്ങനെ റെഡിയാവുക, ആ ഒന്നാമത്തെ ഷെക്കിലിന് പിന്നെ പല ലർബുകളിൽ നെത്തീജ ക്ലിയർ ആവുക. ഏതെല്ലാം ലർബുകൾക്കാണ്, ഷർത്തൊത്ത ലർബുകൾക്കാണ് നെത്തീജ ക്ലിയർ ആവുക. എന്താണ് ഷർത്ത്, ഇന്നതാണ് ഷർത്ത്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി അതേപോലെ ഷെക്കിൽ സാനിക്ക് എന്താണ് ഷർത്ത്, ഷെക്കിൽ സാദിസിന് എന്താ ഷർത്ത്, ഷെക്കിൽ റാബിയൻ എന്താ ഷർത്ത്, ആ ഷർത്തുകളും ഇതൊക്കെ നമ്മൾ ഇതിന് മഹാന്മാരെ, പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, അയിമ്മത്ത് അവർ പഠിച്ച് ഒക്കെ പരിശോധിച്ചിട്ട് നമുക്ക് പറഞ്ഞതാണ്. ഇങ്ങനെ ഷർത്തുകളൊത്ത് നമ്മൾ പറഞ്ഞാൽ നെത്തീജ ക്ലിയർ ആവും. ഈ ഷർത്തൊക്കാത്ത രീതിയിൽ ലർബ് മാത്രം ഷെക്കിലിൻ്റെ രീതിയിലായതുകൊണ്ട് മാത്രം നെത്തീജ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. അതനുസരിച്ച് രണ്ടാമത്തെ ഷെക്കിലിൻ്റെ ഷർത്താന്ന് പറഞ്ഞാൽ ഇഖ്തിലാഫുൽ മുഖദ്ദിമത്തൈനി മഅ കുല്ലിയത്തിൽ കുബ്ര. ഇപ്പോൾ രണ്ടാമത്തെ ഷെക്കിലാണോ, കുല്ലു ഇൻസാൻ ഹൈവാനുൻ ലാ ഷൈഅ ഹജർ ബി ഹൈവാനി. എന്താ, രണ്ടാം ഷെക്കിലാവണമെങ്കിൽ ഹദ്ദൗസത്ത് എങ്ങനെ വരണം, ഇവിടെ ഇപ്പോൾ ഹദ്ദൗസത്ത് ഹൈവാൻ എന്നുള്ളത് 2ൽ ആവർത്തിച്ചു ഒന്നാണ്, അതാണ് ഹദ്ദൗസത്ത്. സൂറയിൽ മഹ്മൂലാണ്, കുബ്രയിലും മഹ്മൂലാണ്. എന്ന് വെച്ചാൽ സൂറയിലും കുബ്രയിലും ഹദ്ദൗസത്ത് മഹ്മൂലായിട്ട് വന്നാൽ ഷെക്കിൽ സാനിയായി. ഓക്കെ, ഷെക്കിൽ സാനിയാണ്. ഷർത്ത് എന്താ, ഇഖ്തിലാഫുൽ മുഖദ്ദിമത്തൈനി. സൂറ പിന്നെ മൂജബാണെങ്കിൽ കുബ്ര സാലിബാണോ, അതായത് സൂറ സാലിബാണോ എന്നാൽ കുബ്ര മൂജബാണോ. ഒന്ന് മൂജബാണെങ്കിൽ ഒന്ന് സാലിബാണെന്ന് അർത്ഥം. ഇഖ്തിലാഫുൽ മുഖദ്ദിമത്തൈനി പറഞ്ഞാൽ ഇഖ്തിലാഫുൽ മുഖദ്ദിമത്തൈനി ഈജാബം വസൽബ എന്നർത്ഥം. അവിടെ ശരിയല്ലേ. കുല്ലു ഇൻസാൻ ഹൈവാനും അതെന്താ, മൂജബാണ്.
ലാശയമൽ ഹാജരിബി ഹൈവാനി എന്താണ് സാലിബിയാണ്. അപ്പോൾ ആ ഷർത്ത് ഒത്തു. ഒരു മുക്കദ്ദിമ മൂജബായപ്പോൾ മറ്റേ മുക്കദ്ദിമ സാലിബായി. അപ്പോൾ ഷർത്തിൻ്റെ ഒരു ഭാഗം ഒത്തു. ഇനി എന്താ രണ്ടാമത്തെ ഭാഗം? മാ കുല്ലിയത്തിൽ കുബ്ര. കുബ്ര എന്തായിരിക്കണം? കുല്ലിയായിരിക്കണം. കുബ്ര കുല്ലിയല്ലേ? ലാശയമൽ ഹജരി എന്നാണ്, ഒരു കല്ലും ഇല്ല എന്നാണ്. അപ്പോൾ കുല്ലിയായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുബ്ര കുല്ലിയാണ്. അപ്പോൾ എന്തായി? രണ്ടാം ഷക്കിലിൻ്റെ ഷർത്തൊത്തു. ഈ ഒരു ലർബ് എന്തായിരിക്കണേ? ഷർത്തൊത്തു കണ്ട വന്നിരിക്കുന്നത്. ഇതേപോലെ രണ്ടാം ഷക്കിലിൻ്റെ ഷർത്തുകളൊത്ത് എല്ലാ ലർബുകളും എഴുതിയിട്ട് അതിൽ ഷർത്ത് പരമാവധി ഒത്തു വരാവുന്നത് എത്രയേ ഉള്ളൂ? 4 ലർബുകൾക്ക് മാത്രമേ ഷർത്ത് ഒത്തു വരുള്ളൂ. അപ്പോൾ ആ 4 ലർബുകൾക്കും നത്തീജ ക്ലിയർ ആയിരിക്കും. പിന്നെ ഇനി മൂന്നാമത്തെ ഷക്കിലിന് എന്താണ് ഷർത്ത്? ഈജാബ് സൂറ മാ കുല്ലിയത്തി ഇഹ്ദാഹുമ. അതാണ്. ഇപ്പോൾ കുല്ലു ഇൻസാൻ ഹൈവാനും കുല്ലു ഇൻസാൻ നാത്തിഖുൻ ബഅദുൽ ഹൈവാൻ നാത്തിഖുൻ. കുല്ലു ഇൻസാൻ ഹൈവാനും കുല്ലു ഇൻസാൻ ഇൻസാൻ എന്നാണ് അദ്ദൗസത്ത് ആവർത്തിച്ച് വരുന്ന അദ്ദൗസത്ത് അറിയാം. അത് സൂറയിൽ എങ്ങനെ വന്നു? മൗദൂആയിട്ട് വന്നു. കുബ്രയിൽ എങ്ങനെ വന്നു? മൗദൂആയിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ അദ്ദൗസത്ത് സൂറയിലും കുബ്രയിലും മൗദൂഅ ആയാലാണ് ഷക്കിൽ സാലിസാവുക. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ആ ഷക്കിൽ സാലിസ ഷർത്താണെന്ത്? ഈജാബ് സൂറ മാ കുല്ലിയത്തി ഇഹ്ദാഹുമ. ഈജാബ് സൂറ എന്തായി? മൂജബായി. ആണോ? കുല്ലു ഇൻസാൻ ഹൈവാനും മൂജബല്ലേ? ഓക്കെ. കുല്ലു ഇൻസാൻ നാത്തിഖുൻ കുല്ലിയല്ലേ? കുല്ലിയാണ്. രണ്ടും കുല്ലിയാന്ന് പറഞ്ഞ പ്രശ്നമേ വരുന്നില്ല. സൂറ മൂജബാവ എന്നുള്ളത് ഒത്ത് രണ്ടാലൊന്ന് കുല്ലിയാവും. രണ്ടും കുല്ലിയേക്കണ്. രണ്ടാലൊന്നും ഏതായാലും കുല്ലിയാണല്ലോ. അപ്പോൾ ഷർത്തൊത്തതാണ് നത്തീജ ക്ലിയർ. ബഅദുൽ ഹൈവാനി നാത്തിഖുൻ. നത്തീജ ബഅദായിട്ടേ വരുള്ളൂ. കാരണം ഇൻസാൻ ഹൈവാനാണ്, ഇൻസാൻ നാത്തിഖാണ്. ഇൻസാൻ ഹൈവാൻ്റെ ഒരു ഭാഗമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ബഅദുൽ ഹൈവാൻ നാത്തിഖുന്നവിടെ വരുള്ളൂ. കാരണം ഇൻസാനൊക്കെ നാത്തിഖാന്ന് വന്നു, നാത്തിഖൊക്കെ ഇൻസാനാന്ന് വന്നാലും ഈ ഹൈവാൻ്റെ ഒരു ഭാഗമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് ബഅദുൽ ഹൈവാനി നാത്തിഖുന്ന് നത്തീജ ബഅദായിട്ടാണ് കിട്ടുക, ജുസിയായിട്ടാണ് കിട്ടുക. അതിൽ പറഞ്ഞ അതിൽ ഷർത്ത് ഒത്ത നിലക്ക് പല ലർബുകൾ പലതും ഇതാ. അത് ഷർത്തുണ്ട് ഒപ്പിച്ച് നോക്കിയാൽ എത്ര കിട്ടുള്ളൂ? 6 ലർബുകളാണ്. കുറച്ചും കൂടി വിശാലമാണ് ഷർത്ത്, മറ്റേമാതിരി ഇടുക്കത്തിലല്ല. അപ്പോൾ കുറച്ച് ലർബുകൾ കൂടി. നേരത്തെ ഒന്നാം ഷക്കിലും രണ്ടാം ഷക്കിലും ലുറൂബ് മുൻതിജ 4 ഉണ്ടായിരുന്നത്. ഇതിൽ ലുറൂബ് മുൻതിജ 6 കിട്ടും. അപ്പോൾ അതാണ് മൂന്നാമത്തെ. ഇനി നമ്മൾ നാലാമത്തെ ഷക്കിലിൽ ഷർത്ത് എന്താ? കുറച്ചുകൂടി വിശാലമാണ്. അഹദുൽ അംറൈനി, രണ്ടാലും ഒന്നാണ് ഷർത്ത്. ഒന്നുകിൽ എന്താവണം? ഈജാബുഹുമാ മാ കൗനി സൂറ കുല്ലിയ. രണ്ടും മൂജബാവുക. പക്ഷെ രണ്ടും മൂജബാവുമ്പോഴും സൂറ എന്തായിരിക്കണം? സൂറ കുല്ലിയായിരിക്കണം. കുബ്ര കുല്ലിയായിട്ട് കാര്യമില്ല, സൂറ കുല്ലിയായിരിക്കണം. രണ്ടും മൂജബാവും വേണം. ഒന്ന് മൂജബി ഒന്ന് സാലിബിയാൻ പറ്റൂല. രണ്ടും മൂജബാണ്. സൂറ എന്താണ്? കുല്ലിയുമാണ്. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഇഖ്തിലാഫുഹുമാ മാ കുല്ലിയത്തി ഇഹ്ദാഹുമ. ഒന്ന് മൂജബാണെങ്കിൽ മറ്റ് സാലിബ. ഒന്ന് മൂജബ് മറ്റ് സാലിബി ആകുമ്പോൾ ഒരു നിബന്ധന ഉണ്ട്, രണ്ടാലൊന്ന് കുല്ലിയായിരിക്കണം. അപ്പം എന്തായി? ഷക്കിൽ റാബി അനുസരിച്ച് നമ്മൾ പല ലർബുകളും ഇങ്ങനെ എഴുതി. കാരണം എന്താ? പല ലർബ് എഴുതാം. കാരണം ഷക്കിൽ റാബി ആവണമെങ്കിൽ എന്തേ ഉള്ളൂ? പിന്നെ ഒന്നാം ഷക്കിലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ ഹദ്ദൗസത്ത് സൂറയിൽ മൗലൂഉം പിന്നെ കുബ്രയിൽ മഹ്മൂലും. ആ രീതിയിൽ വന്ന ഷക്കിൽ 4 പല ലർബുകൾ എഴുതാം. ഷർത്ത് ഒപ്പിച്ച് വന്നാൽ എത്ര ലർബ ഉണ്ടാവുക? 8 ലർബുകൾ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ലർബ് ഉണ്ടാവുക ഷക്കിൽ റാബിയിലാണ്. അതിൻ്റെ കാരണം ഷർത്ത് കുറച്ച് വിശാലമാണ്. രണ്ടാലും ഒന്നേ ഷർത്തുള്ളൂ. ഒന്നുകിൽ ആ ഷർത്ത് വെക്കണില്ലെങ്കിൽ ഈ ഷർത്ത്. രണ്ടാലും ഒന്നേ ഷർത്ത് വെക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ ഷർത്തിൻ്റെ വിശാലതയ്ക്ക് അനുസരിച്ച് ലുറൂബ് കൂടി. പക്ഷേ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4-ാം ഷക്കിൽ അത്ര ഉപയോഗമുള്ള ഷക്കിലല്ല. കൂടുതൽ ഖിയാസ് ഉണ്ടാക്കാൻ പൊതുവിറ്റ് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഷക്കിലല്ല 4-ാം ഷക്കിൽ. പക്ഷെ പഠിക്കുമ്പോൾ കൂടി പഠിക്കാനുള്ളൂ. അപ്പോൾ ആണല്ലേ കുല്ലു ഇൻസാൻ ഹൈവാനും കുല്ലു നാത്തിഖിൻ ഇൻസാനും ബഅദുൽ ഹൈവാനി നാത്തിഖുൻ. കുല്ലു ഇൻസാൻ ഹൈവാനും കുല്ലു നാത്തിഖിൻ ഇൻസാൻ. അതാണ് അദ്ദൗസത്ത് സൂറയിൽ മൗലൂആയിട്ടാണ് വന്നിരുന്നത്, കുബ്രയിൽ മഹ്മൂലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഷക്കിൽ റാബിയാണ്. ഒന്നാം ഷക്കിലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തായിപ്പോൾ ഖിയാസ് എന്താണ്? ഖിയാസിൻ്റെ ഷക്കിലുകൾ എന്താണ്? ആ ഷക്കിലുകളിൽ പല ലർബുകളും ഉണ്ടാവുമ്പോൾ എല്ലാ ലർബുകൾക്കും നത്തീജ ഉണ്ടാവോ? ഇല്ല. ഷർത്തൊത്ത ലർബുകൾക്ക് മാത്രമേ നത്തീജ ഉണ്ടാവുള്ളൂ. അത് ഒന്നാം ഷക്കിലിൽ എത്ര ലർബ് ഉണ്ടാവും, രണ്ടാം ഷക്കിലിൽ എത്ര ലർബ് ഉണ്ടാവും, ഒന്നും രണ്ടിലും 44 ലർബുകൾ ഉണ്ടാവും, മൂന്നാമത്തിൽ 6 ലർബ് ഉണ്ടാവും, നാലാമത്തിൽ 8 ലർബ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഷർത്തുകൾ?
ഇന്നതാണ് ഷർത്താണ്. ഇഖ്തിലാഫ് പിന്നെ ഇജാബു സൂറ കുല്ലിയത്തുൽ കുബ്ര, അത് അങ്ങനെ പറയാൻ എളുപ്പത്തിന് ഒപ്പിച്ച് പറയാനുള്ള ഇജാബു സൂറ കുല്ലിയത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ ഒന്നാം ഷെക്കലിൻ്റെ ഷർത്തായി. അങ്ങനെ ഓരോ ഷെക്കലിന് ഷർത്തുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ മൊത്തത്തിൽ എന്താണ് ഷെക്കൽ, എന്താണ് ഖിയാസ്, ഏതാ ഒന്നാം ഷെക്കൽ ഷർത്ത് എന്താണ്, അപ്പോൾ നുറുനൂറ്റിജ് എത്ര ഉണ്ടാവും, ഏതൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് പറയും. ഇതൊക്കെ നമ്മളെ പിന്നെ പണ്ട് മന്ദിക്കിൻ്റെ കിതാബൊക്കെ ഓതുമ്പോൾ പിന്നെ ഉസ്താദ്മാർ അല്ലെങ്കിൽ കുട്ടികളെ രസത്തിന് അതൊരു പാട്ടാക്കിയിട്ട് എല്ലാം കൂടി ചുരുക്കി ഇപ്പോൾ ഉണ്ടാക്കലുണ്ട്, പറയലുണ്ട്. മമ്മ മസ്സുൻ വമ്മ വസുലുൻ അവല, മമ്മ മസ്സുൻ വമ്മ, ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയാം. മമ്മ മസ്സുൻ വമ്മ വസുലുൻ അവല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മമ്മ എന്ന് പറഞ്ഞാൽ മൂന്ന് മീമ് പറഞ്ഞാൽ മുജബാഗുല്ലി, മീമി പറഞ്ഞാൽ മുജബാഗുല്ലിയൊക്കെ പറഞ്ഞ ഒരു വാക്കാണ് മീമ്. മമ്മ എന്ന് പറഞ്ഞാൽ മൂന്ന് മീമുണ്ട്, മുജബാഗുല്ലിയ എന്ന് പറഞ്ഞാൽ ഒരു മുജബാഗുല്ലിയ, ഒരു മുഖദ്ദിമ മുജബുല്ലിയ, സൂറ മുജബാഗുല്ലിയ, രണ്ടാമത്തെ മുഖദ്ദിമ കുബ്ര, അത് മുജബുല്ലിയനാണ്. അപ്പോൾ മുജബാഗുല്ലിയും കൂടിയാൽ നത്തീജ എന്താ വരിക, മുജബാഗുല്ലിയായിരിക്കും നത്തീജ വരിക. അവന് രണ്ട് മുഖദ്ദിമയും നത്തീജയും കൂടിയിട്ടാണ് മമ്മ എന്ന് പറഞ്ഞത്. എന്താ ഷർത്തൊക്കെ ഉണ്ടാന്ന് നോക്കിയും, മുജബാഗുല്ലിയ എന്താ ഷർത്ത്, എന്താണ്, ഇജാബു സൂറ മുജബായല്ലോ, കുല്ലിയത്തുൽ കുബ്ര കുല്ലിയയിലെ പോയി, മുജബാഗുല്ലിയ നത്തീജ മുജബുല്ലിയ. മസ്സുൻ എന്ന് പറഞ്ഞാൽ മുജബാഗുല്ലിയ രണ്ട് സീന രണ്ട് സാലിബാണ്, രണ്ട് സാലിബാഗുല്ലിയാണ്. അപ്പോൾ മുജബാഗുല്ലിയ സാലിബാഗുല്ലിയ നത്തീജ സാലിബാഗുല്ലിയ ആയിരിക്കും. അപ്പോൾ ഷർത്തോ ഇജാബ് സൂറ ഒത്തല്ലോ, മുജബാഗുല്ലിയാണ് സൂറ മീമ്. പിന്നെ മറ്റൊടത്ത് കുല്ലിയത്തുൽ കുബ്രല്ലേ, കുബ്ര കുല്ലിയായ മതി, സാലിബാനോട് പ്രശ്നമില്ല. അപ്പോൾ മസ്സുൻ മുജബാഗുല്ലിയും സാലിബാഗുല്ലിയും കൂടിയാൽ സാലിബാഗുല്ലിയ നത്തീജട്ടും. അങ്ങനെ വംവ വസ്ലുൻ, അതിൽ വാവ് മുജബ ജുസിയൻ്റെ വാക്കാണ്, ലാമ് സാലിബ ജുസിയൻ്റെ വാക്കാണ്. അപ്പോൾ വംവ എന്ന് പറഞ്ഞാൽ മുജബ ജുസിയ ജുസിയ, വസ്ലി പറഞ്ഞാൽ മുജബ ജുസിയ സാലിബ ജുസിയ. ഇങ്ങനെ ആയിരിക്കും 4 ലർബുകൾ, 1 2 3 4 ലർബുകൾ ഒന്നാം ഷെക്കലിൽ കിട്ടും. ഇങ്ങനെ ഒരു പാട്ടാക്കിയിട്ടൊക്കെ അത് കുറവാക്കി വെക്കാറുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒക്കെ അങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ട സാമ്പിളിന് ഇതാണ്. ബാക്കി പോയിട്ട് പിന്നെ 4 ഷെക്കലിൻ്റെയും ദുർബൂന്തിച്ചകൾ കൂട്ടിയിട്ട് ഇതേപോലെ അക്ഷരങ്ങൾ ക്രമീകരിച്ചിട്ട് പാടിയതുണ്ട്. അവസരത്തിനനുസരിച്ചൊക്കെ മനസ്സിലാക്കുക. ആവശ്യമുള്ളവർ കൂടുതൽ മനസ്സിലാക്കിയാൽ കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഏറെക്കുറെ അതിനെക്കുറിച്ചൊക്കെ ഒരു വിവരങ്ങൾ കിട്ടും. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറയാം.